ഞങ്ങൾ പാസ്സായ കോഴ്സ് സർട്ടിഫിക്കറ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്യാൻ സ്വതന്ത്രമായ ഒരു കൗൺസിൽ വേണം. അതോ ഒരു ഗവൺമെന്റിന്റെ നയപരമായ തീരുമാനവുമായി ബന്ധപ്പെട്ടതാണ്? ആ തീരുമാനമെടുക്കാൻ ഇന്ന പ്രശ്നങ്ങളാണ് ഞങ്ങളുടെ മുന്നിലുള്ള തടസ്സമെന്ന് ഇവരോട് പറഞ്ഞ് ആ പ്രശ്നത്തിന് നിയമപരമായും ഭരണപരമായും ഒരു പരിഹാരം കണ്ടെത്താൻ ബാധ്യതപ്പെട്ടവരാണ് ഈ നാട് ഭരിക്കുന്ന മന്ത്രിയും വകുപ്പിന്റെ തലവന്മാരും. ഈ പ്രശ്നത്തിന് മുകളിൽ ഗവൺമെന്റ് ന്യായമായിട്ടുള്ള തീരുമാനമെടുക്കാത്ത ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഇതിന്റെ അസോസിയേഷന്റെ ഭാരവാഹികൾ കേസുമായി പോയി. 125ഓളം വരുന്ന എവിഡൻസുകൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് മുന്നിൽ ഈ വിദ്യാർത്ഥികൾ ഹാജരാക്കുകയുണ്ടായി. 125 വരുന്ന എവിഡൻസുമായി ബന്ധപ്പെട്ട് ഹിയറിംഗ് നടത്തുമ്പോൾ ഹെൽത്ത് സെക്രട്ടറിയെ കമ്മിറ്റിയിൽ അംഗമാക്കിക്കൊണ്ട് ഒരു ഉപസമിതി രൂപീകരിച്ച് ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണാം എന്ന് ഉറപ്പായിരുന്നു ഈ കൗൺസിലിന് ഹൈക്കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് ഗവൺമെന്റ് കൊടുത്തത്. എന്നാൽ കുറ്റകരവും ബോധപൂർവമായിട്ടുള്ള അനാസ്ഥയിലൂടെ ഈ വിഷയത്തെ സംബന്ധിച്ച് തീരുമാനമെടുക്കുവാനോ ഗവൺമെന്റിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിലപാട് ഹൈക്കോടതിയെ അറിയിക്കുവാനോ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകുന്നില്ല. എവിടെ നിന്നാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുക? അതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. ഗവൺമെന്റ് UGCയുടെ ശമ്പള സ്കെയിൽ അനുസരിച്ച് കേരളത്തിലെ നിലവിലുണ്ടായിരുന്ന അന്നുണ്ടായിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഡോക്ടർമാരുടെ സംഘടനയുടെ പ്രതിനിധികളെ, ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ പ്രതിനിധികളെ, വിവിധ സംഘടനകളുടെയും സന്നദ്ധ സംഘടനകളുടെയും പ്രതിനിധികളെ വിളിച്ചു വരുത്തി കൂടിയാലോചന നടത്തിയിട്ടാണ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ സ്വകാര്യ പ്രാക്ടീസിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത്. UGC ശമ്പള സ്കെയിൽ അനുസരിച്ച് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് 1,22,000 രൂപയാണ് പ്രതിമാസ ശമ്പളം. വൈസ് പ്രിൻസിപ്പലിന് 85,000-ലേറെ രൂപയാണ് ശമ്പളം. 10 വർഷം സർവീസ് പൂർത്തിയാക്കിയ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ ജോലി ചെയ്യുന്ന മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർക്ക് 65,000 രൂപയ്ക്ക് മുകളിലാണ് ശമ്പളം. ഇവിടെ 10 വർഷം സർവീസ് പൂർത്തിയാക്കിയ ജനറൽ ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടർക്ക് 22,000 രൂപ ശമ്പളം കിട്ടുമ്പോൾ 65,000 രൂപയ്ക്ക് മുകളിൽ ശമ്പളം വാങ്ങുന്നത് ഈ ഗവൺമെന്റ് ഡോക്ടർമാരുമായി ഉണ്ടാക്കിയ ഒരു ധാരണയുടെ ചർച്ചയുടെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ്. ഡോക്ടർമാർക്ക് പേഷ്യന്റ് കെയർ അലവൻസ്, അതുപോലെ തന്നെ പ്രാക്ടീസ് അലവൻസ് പ്രത്യേകം, അവർക്ക് പ്രത്യേകം വിവിധ ഗവൺമെന്റുകൾ നിശ്ചയിച്ച് സംഘടനകൾ ആവശ്യപ്പെട്ട ഒട്ടേറെ ആനുകൂല്യങ്ങൾ ഇതിന്റെ ഭാഗമായി പ്രഖ്യാപിക്കുകയുണ്ടായി. ഇവിടെ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ എന്താ? പഠന ഗവേഷണ ചികിത്സാ കേന്ദ്രമെന്നാണ്. പഠന ഗവേഷണ ചികിത്സാ കേന്ദ്രമായിട്ടുള്ള മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ 9 മണിക്ക് മെഡിക്കൽ കോളേജിൽ പോയി 9:45 OPയിൽ നിന്ന് ഇറങ്ങി 10 മണിക്ക് വീട്ടിൽ പ്രാക്ടീസ് ആരംഭിച്ചത് ഇന്നലെ കേരളത്തിലെ ഒരു മുഖ്യധാര ദൃശ്യമാധ്യമം ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഗവൺമെന്റ് സംഘടനയുടെ ഡോക്ടർമാരുടെ സംഘടനയുടെ വിവിധ സാമൂഹ്യ സംഘടനകളുടെ പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഒത്തുതീർപ്പുണ്ടാക്കി അംഗീകരിക്കപ്പെട്ട വ്യവസ്ഥയനുസരിച്ചാണ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർക്ക് UGC സ്കെയിൽ അനുസരിച്ചുള്ള ശമ്പളം അനുവദിച്ച് അംഗീകരിച്ച് നൽകിയത്. ഈ നിയമവും ശമ്പളവുമെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ മെഡിക്കൽ കോളേജിലെ 80%-ലേറെ വരുന്ന ഡോക്ടർമാർ സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്നു. ഇത് ചോദ്യം ചെയ്യാൻ എന്തുകൊണ്ടാണ് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പും മന്ത്രിയും വകുപ്പും തയ്യാറാകുന്നില്ല? ഇത് തയ്യാറാകാത്തതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഫിസിയോതെറാപ്പി കൗൺസിലിന്റെ രൂപീകരണത്തിന്റെയും തടസ്സം അവിടെയാണ്. മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർ 5 ലക്ഷം രൂപ മുതൽ 15 ലക്ഷം രൂപ വരെ വിഹിതം കൊടുത്ത് 15 കോടി രൂപയാണ് ഈ ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്ത് 10 ദിവസത്തിനകത്ത് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് കൊടുത്തത്. അന്നേ ദിവസം മന്ത്രി പ്രഖ്യാപിച്ചു, ഞങ്ങൾ മെഡിക്കൽ കോളേജിലെ സ്വകാര്യ പ്രാക്ടീസ് നിർത്തൽ ചെയ്തുകൊണ്ടുള്ള കഴിഞ്ഞ ഗവൺമെന്റിന്റെ ഉത്തരവ് സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്നു. ഞങ്ങൾ DYFI പ്രഖ്യാപിച്ചു, കേരളത്തിലെ 5 സർക്കാർ മെഡിക്കൽ കോളേജുകൾക്ക് മുന്നിലും ഞങ്ങൾ ഇതാ സമരപ്പന്തൽ കെട്ടി അനിശ്ചിതകാല സമരത്തിലേക്ക് പോകാൻ വേണ്ടി പോകുന്നു എന്ന് പ്രഖ്യാപിച്ച് 24 മണിക്കൂറിനകത്ത് താൻ ഇറക്കിയ പ്രസ്താവന തിരിച്ചെടുക്കാൻ കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി അടൂർ പ്രകാശ് നിർബന്ധിതമായത് കഴിഞ്ഞ 8 മാസത്തിനിടയിൽ ഉണ്ടായ സംഭവങ്ങളിൽ ഒന്നാണ്. ഇങ്ങനെ കേരളത്തിൽ രോഗികളെ പിടിയാൻ അറിവുകാരന്റെ മനസാക്ഷിയോടെ കേരളത്തിന്റെ ആരോഗ്യമേഖല ഭരിക്കാനും അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്ന വൻപിച്ച പ്രശ്നവും ഉയർന്നു വരാൻ വേണ്ടി പോവുകയാണ്. 4.5 വർഷക്കാലത്തെ കോഴ്സും 6 മാസക്കാലത്തെ ഇന്റേൺഷിപ്പും പാസ്സായി 5 വർഷം വിദ്യാഭ്യാസ കാലത്തിൽ ഇതിനുവേണ്ടി നഷ്ടപ്പെടുത്തിയ 5000-ലേറെ വരുന്ന ചെറുപ്പക്കാരികൾ ഈ നാട്ടിൽ തെരുവിൽ അലയുകയാണ്. എന്തു ചെയ്യണമെന്നറിയാതെ 5 വർഷക്കാലത്തെ സേവനത്തിന്റെ കോഴ്സ് സർട്ടിഫിക്കറ്റും കൊണ്ട് കേരളത്തിന്റെ
ചെറുപ്പക്കാരെയാകെ കൂട്ടത്തോടെ ആത്മഹത്യയുടെ അഗാധകയങ്ങളിലേക്ക് ചവിട്ടിത്താഴ്ത്തുന്ന ഈ നെറികെട്ട സമീപനം തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇവരുടെ കോഴ്സ് സർട്ടിഫിക്കറ്റുകൾ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്വതന്ത്രമായി ഒരു ഫിസിയോതെറാപ്പി കൗൺസിൽ രൂപീകരിക്കണമെന്ന ഏറ്റവും ന്യായമായിട്ടുള്ള ആവശ്യമുയർത്തിക്കൊണ്ടാണ് ഫിസിയോതെറാപ്പി കോഴ്സ് പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികളുടെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ഇവിടെ ഈ സമരവുമായി വന്നിട്ടുള്ളത്. ഇതൊരു ജീവിത സമരമാണ് എന്നും ഇതൊരു ധർമ്മസമരമാണ് എന്നും ഫിസിയോതെറാപ്പി മേഖലയിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന ഈ ജീവിത സമരത്തിന്, ഈ ധർമ്മസമരത്തിന് കേരളത്തിലെ സമരങ്ങളുടെ പോരാട്ടങ്ങളുടെ പോർമുഖങ്ങളിൽ പ്രക്ഷോഭങ്ങളുടെയും പോരാട്ടങ്ങളുടെയും വർണ്ണവിസ്മയങ്ങൾ മാരിവില്ലുകൾ തീർത്ത ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഡിവൈഎഫ്ഐ എന്ന പൊരുതുന്ന യുവതയുടെ പോരാട്ടത്തിന്റെ പ്രതിരൂപം ഡിവൈഎഫ്ഐയുടെ എല്ലാ പിന്തുണയും നിങ്ങളുടെ ധർമ്മസമരത്തിന് ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത യുവതയുടെ കരുത്തും പ്രതീക്ഷയുമായിട്ടുള്ള നിങ്ങളേവരെയും ഡിവൈഎഫ്ഐയുടെ കേരള സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഈ സൂചനാ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുകയാണ്. വിപ്ലവ അഭിവാദ്യങ്ങൾ.